അങ്ങനത്തെ ഒരു ചർച്ചയില്ല. അതൊക്കെ അങ്ങനത്തെ ഒരു കാര്യം എവിടെയും നടക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. സർവേക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം UDFന് ഭൂരിപക്ഷം കിട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. സർവേ ഒരു തെറ്റൊന്നുമല്ല. സർവേ മുമ്പ് നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏതായാലും നല്ല മെജോറിറ്റി വേണമെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതിന് കൂടുതൽ സീറ്റ് കിട്ടേണ്ട കോൺഗ്രസിനാണ്. കോൺഗ്രസിന് ഒരു 60 സീറ്റും ചുരുങ്ങിയത്, ഘടകകക്ഷികൾക്കെല്ലാം കൂടെ 30 സീറ്റും കിട്ടിയാൽ കംഫർട്ടബിൾ മെജോറിറ്റിയായി. അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കും. തൃപ്തിയുണ്ടല്ലോ. എന്താ ആർക്ക് അസംതൃപ്തി ഉള്ളത്? ഒരു തൃപ്തി കുറവുമില്ല. തൃപ്തിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആരുടെ ഭാഗത്തുനിന്നും വന്നില്ല. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ തല്ലിപ്പിക്കാൻ ആര് നോക്കിയാലും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പിണറായിനെ ഇറക്കുന്നത് വരെ വിശ്രമമില്ലാത്ത ജോലിയാണ്. ഈ സർവേ നടത്തിയ നടപടിയിലടക്കം ചില അതൃപ്തി ഉണ്ട് എന്ന് പറയുന്നു. കനകോലു അടക്കം അതിനോട് അതൃപ്തി പ്രകടിപ്പിച്ചായി പറയുന്നു. ഏത് സർവേ പറഞ്ഞു? ഈ 63 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ല, എനിക്കെന്തായാലും എല്ലാറ്റിനെ കുറിച്ച് അറിവുണ്ടാവുന്ന നിർബന്ധമില്ലല്ലോ. ഈ സർവേനെ കുറിച്ച് പ്രത്യേക അറിവില്ല. ഞാൻ കുറച്ചും കൂടെ അന്വേഷിച്ചിട്ട് പിന്നെ നോക്കാം. ഇനി എന്താ പല പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനൊരു സമയം വരാൻ പോകുന്നുണ്ട്. ഈ വർഷവും അടുത്ത വർഷവും അതിലൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മളുടെ കേരളത്തിൻ്റെ ശ്രദ്ധ അകത്തന്നെയാണ്. ഈ പാർട്ടിയുടെ അകത്തും ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻ്റെ നമ്മളുടെ പഞ്ചായത്തും നഗരസഭയും മുനിസിപ്പാലിറ്റിയും ഒക്കെ കുറിച്ചുള്ള ചർച്ചയും അത് കഴിഞ്ഞിട്ട് നിയമസഭയും. അപ്പോഴേക്കും നമ്മൾ തയ്യാറാവും ഈ വലിയ ഫെഡറൽ വിഷയങ്ങളെക്കുറിച്ച് നേരിടാൻ. ഈ ചെറിയൊരു കാര്യമല്ല, നമ്മളുടെ രാജ്യത്തിൻ്റെ ഭാവി തന്നെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ പുതിയൊരു ഡീലിമിറ്റേഷൻ്റെ സംസാരം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് ഒരു പുതിയൊരു സർക്കാർ കൊണ്ടുവന്നിട്ട് ധൈര്യത്തോടെ നിന്നിട്ട് ഇതിനു വേണ്ടി സംസാരിക്കേണ്ടി വരും. ഞാൻ സംസാരിച്ചിട്ടൊന്നും, ഞാൻ ആരോടും ഇതിനു വേണ്ടി സംസാരിക്കാൻ പോയിട്ടില്ല. KC വേണുഗോപാലും ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ ഇലക്ഷനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് സംസാരിച്ചിട്ടുണ്ട്. വളരെ ലേറ്റാകുന്നത് വരെ ഇന്നലെ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചിരുന്നു വേണുമായിട്ട്. ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അതൊന്ന് ACCയോട് പോയി ചോദിച്ചാൽ മതി. ഞാൻ ആരെയും അതൃപ്തിയൊന്നും അറിയിച്ചില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ലേ? ഞാൻ ചെയ്ത പണി അതാണ്, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്കതിനകത്തൊരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഇതിൻ്റെ അകത്ത് അത്രയേ എടുത്തിട്ടുള്ളൂ. സീരിയസ് ആയിട്ട് എന്ത് വേണമെങ്കിൽ AICCക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഞാൻ പാർട്ടിക്ക് വിധേയനാണ്. പാർട്ടിക്ക് വിധേയനായ മാത്രമേ രാഷ്ട്രീയ രംഗത്തെ നിൽക്കുള്ളൂ.